السلام عليكم ورحمة الله أيها الطلاب الأعزاء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 9ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഖതാത്തിൽ കഹ്റുബ എന്ന് പറയുന്ന 5ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്നതായ ഒരു അൻഷ്യത്തെയും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് ടീച്ചർ അതിൽ ബാക്കി വരുന്ന ആക്ടിവിറ്റീസുകളാണ് പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നോക്കൂ, നഖ്റഉ വ നുക്മിലു, നമുക്ക് വായിക്കാം, പൂർത്തീകരിക്കാം എന്നാണ്. ഖാലൽ ജദ്ദുനി വലദൈനി. ഖാലൽ ജദ്ദു, ആരാണ് ജദ്ദ്? വല്യപ്പ അല്ല ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദർ പറഞ്ഞു ലിൽ വലദൈനി, 2 കുട്ടികളോടായിട്ട് പറഞ്ഞു എന്നാണ്. എന്താണ് പറയുന്നത് എന്ന് നോക്കൂ. ഇജ്ലിസ ഹൗലി വൻളുറ വജ്ഹൻ ലിവജ്ഹിൻ തഹദ്ദസ നാളിറൈനി ഇലൽ ഉയൂനി ലാഹിള വജ്ഹൽ ഉമ്മി. എന്താണ് പറയുന്നത്? ഇജ്ലിസ ഹൗലി. ഇജ്ലിസ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പേരും ഇരിക്കൂ എന്നാണ് കേട്ടോ. ടീച്ചർ അത് പറഞ്ഞുതരാം എന്താണ് എന്ന്. ഇജ്ലിസ ഹൗലി, നിങ്ങൾ 2 പേരും ഇരിക്കൂ. ഹൗലി, എൻ്റെ ചുറ്റും. വല്ലുറ, എന്നിട്ട് നിങ്ങൾ 2 പേരും നോക്കൂ. വജ്ഹല്ലി വജ്ഹിൻ, മുഖത്തോട് മുഖം നോക്കൂ എന്നാണ്. തഹദ്ദസ, എന്നിട്ട് നിങ്ങൾ 2 പേരും സംസാരിക്കൂ. നാളിറൈനി ഇലൽ ഒയോനി, കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട്. നാളിറൈനി, 2 പേരും നോക്കിക്കൊണ്ട്. ഇലൽ ഒയോനി, കണ്ണുകളിലേക്ക്. ലാഹിള, എന്നിട്ട് നിങ്ങൾ 2 പേരും നിരീക്ഷിക്കൂ, വീക്ഷിക്കൂ എന്നാണ്. വജ്ഹൽ ഉമ്മി, ഉമ്മയുടെ മുഖം നിരീക്ഷിക്കുകയും ചെയ്യൂ എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇജ്ലിസ എന്ന് പറയുന്ന പദം, അതുപോലെ ഉൻളുറ, തഹദ്ദസ, ലാഹിള, ഈ പദങ്ങളെല്ലാം തന്നെ ചുവന്ന നിറത്തിൽ അണ്ടർലൈൻ കൊടുത്തതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഈ ഒരു പദങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, ജലസ എന്ന് പറയുന്ന ഫിഅലിൻ്റെ അംറാണ് ഇജ്ലിസ് എന്ന് പറയുന്നത് അല്ലേ. ഇജ്ലിസ്, നീ ഇരിക്കുക എന്നാണ്. ടീച്ചർ ഇവിടെ എന്താണ് ഫിഅൽ അംർ എന്നൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഫിഅലുകൾ 3 രൂപത്തിലാണ്, 3 ഇനങ്ങളാണ് ഫിഅലിനുള്ളത്. ഒന്ന് അൽ ഫിഅലുൽ മാലി, രണ്ടാമത്തത് ഫിഅലുൽ മുലാരി, മൂന്നാമത്തത് ഫിഅലുൽ അംർ. ഫിഅൽ മാലി എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ പറയുവാനാണ് നമ്മൾ ഫിഅൽ മാലി ഉപയോഗിക്കുന്നത്. ഫിഅൽ മുലാരി ആണെങ്കിലോ ഇപ്പോൾ പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളോ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിഅൽ മുലാരി ഉപയോഗിക്കുന്നത്. ടീച്ചർ അതോടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മളിവിടെ വിശദമായി പഠിക്കാൻ പോകുന്നത് ഫിഅൽ അംറിനെ കുറിച്ചാണ്. എന്താണ് ഫിഅൽ അംർ എന്ന് പറഞ്ഞാൽ? അമറ എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുക എന്നാണ് അർത്ഥം അല്ലേ. അമറ, കൽപ്പിച്ചു എന്നാണ്. അപ്പോൾ ഫിഅൽ അംർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൽപ്പന അല്ലെ, കൽപ്പന രൂപത്തിൽ വരുന്ന ഫിഅലിനെയാണ് നമ്മൾ ഫിഅൽ അംർ എന്ന് പറയുന്നത്. നമുക്ക് ഫിഅൽ അംറിൻ്റെ ഡെഫിനേഷൻ നോക്കാം. കുല്ലു ഫിഅലിൻ ഉത്ലബു ബിഹിൽ ഖിയാമ ബിശൈഇൻ ഔ അമലിൻ ഫിൽ മുസ്തഖ്ബിൽ. അതായത് കുല്ലു ഫിഅലിൻ, ഫിഅൽ അംർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഫിഅലാണ്. ഉത്ലബു ബിഹി, അത് മുഖേന ആവശ്യപ്പെടുന്നതാണ്. അൽ ഖിയാമ ബിശൈഇൻ, ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നതാണ്. അല്ലെങ്കിൽ ഒരു കാര്യം നിലനിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. ഔ അമലിൻ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക. ഫിൽ മുസ്തഖ്ബിൽ, ഭാവിയിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫിഅലാണ് ഏതെന്ന് പറയുന്നത്? ഫിഅൽ അംർ എന്ന് പറയുന്നത്. ടീച്ചർ പറയുന്ന ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് നിങ്ങളെ ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് പറയുമല്ലേ, ഖും എന്ന് പറയാറുണ്ട്. നിങ്ങൾ നിൽക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. കാമ എന്നുള്ളതിൻ്റെ അംറാണ് ഖും എന്ന് പറയുന്നത്. അതുപോലെ ഇജ്ലിസ്, നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞ ടീച്ചേഴ്സ് എന്ത് പറയും? ഇജ്ലിസ് എന്ന് പറയും അല്ലേ. നിങ്ങൾ ഇരിക്കൂ എന്ന് പറയും. ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുക, ആവശ്യപ്പെടുക, അതിനു വേണ്ടിയാണ് നമ്മൾ ഫിഅൽ അംർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ഫ്യൂച്ചറിൽ ചെയ്യാനെന്ന് പറഞ്ഞല്ലോ, ഭാവിയിൽ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളെ ക്ലാസ്സിലേക്ക് ടീച്ചേഴ്സ് വരുന്ന സമയത്ത് നിങ്ങൾ ഇരിക്കുകയായിരിക്കും അല്ലേ. ആ ഇരിക്കുന്ന ആളുകളോടാണ് എന്ത് പറയുന്നത്? എഴുന്നേൽക്കാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നൊരു കാര്യമാണത്. അതുപോലെ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് അല്ലെ, അല്പം സമയം കഴിഞ്ഞ് എന്ത് ചെയ്യും? നിങ്ങൾ ഇരിക്കൂ എന്ന് പറയുന്നതും എന്താണ്? അതിനെയാണ് നമ്മളവിടെ ഫ്യൂച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുവാനോ അല്ലെങ്കിൽ ഒരു കാര്യം അതിനെ നിലനിർത്തുവാനൊക്കെ ആവശ്യപ്പെടുന്ന ഫിഅലിനെയാണ് ഫിഅൽ അംർ എന്ന് പറയുന്നത്.
എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ നിങ്ങളതൊന്ന് ആ ഒരു വോയിസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കണം കേട്ടോ. ഇനി ഫിയോല അമ്ര 2 ഇനമുണ്ട് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ടീച്ചർ നിങ്ങൾക്ക് ഒരു ഇനം മാത്രം പറഞ്ഞു തരാം. അതാണ് ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളൂ. അതായത് അവസാനത്തിൽ സുക്കൂന് വരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, കതബ എന്ന് പറയുന്ന ഫിയോലിൻ്റെ അമ്ര വരുന്നത് ഉക്തുബ് എന്നാണ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും അവസാനത്തിൽ വരുന്നത്? സുക്കൂനായിരിക്കും. ഖാമ എന്ന് പറയുന്ന ഫിയോലിൻ്റെ അമ്ര എന്താണ്? കൊം എന്നാണ് വരുന്നത്. അവസാനത്തിൽ എന്താണ്? സുക്കൂനാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ലൊറബ എലിരിബു, ഇവിടെ കൊടുത്ത ഉദാഹരണം നോക്കൂ, എലിരിബ് എന്നാണ്. അതുപോലെ തന്നെ റഹിമ എന്നുള്ളതിൻ്റെ അമ്രാണ് ഇർഹം എന്ന് പറയുന്നത്. ഇജ്തഹദ എന്നതിൻ്റെ അമ്രാണ് ഇജ്തഹിദ് എന്ന് പറയുന്നത്. എല്ലാത്തിനും അവസാനത്തിൽ എന്താണ് വരുന്നത്? സുക്കൂനാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പം ഇങ്ങനെ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫിയോല അമ്രിൻ്റെ അവസാനത്തിൽ എന്താണ്? സുക്കൂനായിരിക്കും. ഇനി അതല്ലാത്ത രൂപത്തിൽ വരുന്നത് കൊണ്ട് തൽക്കാലം നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ഇവിടെ നമ്മുടെ പാഠഭാഗത്തിൽ വന്നിട്ടുള്ളതിൽ നിങ്ങൾ നോക്കൂ, അവിടെ ആ ഒരു വല്യുപ്പ ആ കുട്ടികളോട് പറയുന്നത് എന്താണ്? ഇജ്ലിസ എന്നാണ് പറയുന്നത് അല്ലേ. നിങ്ങൾ 2 പേരും ഇരിക്കുക എന്നാണ്. അപ്പം നമുക്കറിയാം ഇജ്ലിസ് എന്ന് പറഞ്ഞാൽ നീ ഇരിക്കുക എന്നാണ്. നിങ്ങൾ 2 പേര് ഇരിക്കുക എന്നതിന് എന്താണ് പറയുക? ഇജ്ലിസ എന്നാണ് പറയുക. നിങ്ങൾ 2 പേരിരിക്കൂ എന്നാണ് അർത്ഥം. ഇനി കുറേ പേരോട് ഇരിക്കാനാണ് ആവശ്യപ്പെടുന്നത് എങ്കിൽ ഇജ്ലിസു എന്നാണ് പറയുക. നിങ്ങൾ ഇരിക്കൂ എന്നെങ്ങനെയാണ് പറയുക? ഇജ്ലിസു എന്നാണ് പറയുക. ഇജ്ലിസ്, ഇജ്ലിസ, ഇജ്ലിസു എന്നാണ് പറയുക. ഇനി ഇത് പുരുഷന്മാരാകുന്ന സമയത്താണ് ഈ രൂപത്തിൽ വരുന്നത് കേട്ടോ. ഇജ്ലിസ്, നീ ഇരിക്കുക. അപ്പോൾ നമ്മുടെ മുൻപിലുള്ളതൊരു ഒരാണാണെങ്കിൽ നമുക്കെന്ത് പറയാം? ഇജ്ലിസ് അൻറ്റ, നീ ഇരിക്കുക അല്ലേ, ആ രൂപത്തിൽ പറയാം. ഇനി അത് 2 പുരുഷന്മാരാണെങ്കിൽ നമുക്ക് ഇജ്ലിസ എന്ന് പറയാം. കുറേ പുരുഷന്മാരാണെങ്കിൽ അല്ലെ, കുറേ ബോയ്സൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇജ്ലിസു എന്ന് പറയാം. ഇനി ഒരു ഗേളിനോടാണ്, ഒരു പെൺകുട്ടിയോടാണ് നമ്മൾ പറയുന്നത് എങ്കിൽ ഇജ്ലിസി എന്നാണ് പറയാം. ഇജ്ലിസി എന്നാണ് പറയുക. നിങ്ങൾ 2 പേരിരിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ബോയ് ആകുന്ന സമയത്തും ഗേൾ ആവുന്ന സമയത്തൊക്കെ ഇജ്ലിസ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. ഇജ്ലിസി, ഇജ്ലിസ. പിന്നെ നിങ്ങൾ കുറേ സ്ത്രീകൾ ഇരിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇജ്ലിസ്ന എന്നാണ് പറയുക കേട്ടോ. ഇജ്ലിസ്ന. അപ്പോൾ ഏത് ഫിയോല് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഈ രൂപത്തിൽ പറയാൻ പറ്റും. ടീച്ചർ പറഞ്ഞുതരാം. കതബയാണ് എങ്കിൽ നമുക്കതിന് ഉക്തുബ് എന്നാണ് അമ്ര വരിക. അപ്പോൾ അതൊരു ബോയിയോടാകുന്ന സമയത്ത് നമ്മൾ എന്താണ് പറയുക? ഉക്തുബ് എന്നാണ് പറയുക. 2 പേരാണ് എങ്കിൽ നമ്മൾ ഉക്തുബ എന്ന് പറയും. ഇനി കുറേ പേരുണ്ട് എങ്കിൽ ഉക്തുബു എന്ന് പറയും. മനസ്സിലായല്ലോ. ഇനി അതൊരു ഗേൾ ആണ് എങ്കിൽ, ഒരു ലേഡി ആണ് എങ്കിൽ നമ്മൾ എന്താണ് പറയുക? ഉക്തുബി എന്നാണ് പറയുക. പിന്നെ 2 സ്ത്രീകളാണ് എങ്കിൽ, 2 പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഉക്തുബ എന്ന് പറയാം. ഇനി ഉക്തുബിന, നിങ്ങൾ കുറേ പേരുണ്ടെങ്കിൽ, അതായത് കുറേ ഗേൾസ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഉക്തുബിന എന്ന് പറയാം. അപ്പോൾ ആ രൂപത്തിലാണ് അമ്രിൻ്റെ സിയ എന്നാണ് പറയുക, അമ്രിൻ്റെ രൂപം വരുന്നത് കേട്ടോ. ഇനി നമുക്കിവിടെ കൊടുത്തിട്ടുള്ള അൻഷിത ചെയ്ത് നോക്കാം. അപ്പം ഇജ്ലിസ കണ്ടല്ലോ, നിങ്ങൾ 2 പേരും ഇരിക്കൂ. ഉമ്മുറ, നിങ്ങൾ 2 പേരും നോക്കൂ. തഹദ്ദസ, നിങ്ങൾ പരസ്പരം സംസാരിക്കൂ അല്ലേ. ലാഹില, നിങ്ങൾ 2 പേരും വീക്ഷിക്കൂ എന്നാണ്. ഇനി നമുക്ക് ആ ഒരു ബോക്സ് പൂർത്തിയാക്കി നോക്കാം. നോക്കൂ, ഉന്നുറ എന്നവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. 2 പേരും നോക്കൂ. അപ്പോൾ ഒരാളോട് നമ്മൾ എങ്ങനെ പറയും? ഉന്നുർ എന്നാണ് പറയുക കേട്ടോ. ഉന്നുർ. ഇനി തഹദ്ദസ് എന്നവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. തഹദ്ദസ് അതവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? തഹദ്ദസ എന്നാണ്. നിങ്ങൾ 2 പേരും സംസാരിക്കൂ എന്നാണ്. പിന്നെ ലാഹിലോ എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും? നീ നോക്കുക എന്നെങ്ങനെ പറയാം? നീ നിരീക്ഷിക്കുക. ലാഹിലോ എന്നാണ് പറയുക. ലാഹിലോ. മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഈ ഒരു ഉള്ളുറ, അതുപോലെ തഹദ്ദസ, ലാഹിലോ എന്നൊക്കെ പറയുമ്പം അവസാനത്തിലൊരു അലിഫ് വരുന്നുണ്ടല്ലോ. ആ അലിഫിന് അലിഫ് ഇസ്നൈനി എന്നാണ് പറയുക കേട്ടോ. അതായത് 2 എണ്ണത്തെ അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലിഫ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ 2 പേരെ അറിയിക്കാൻ വേണ്ടിയല്ലേ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് അലിഫ് ഇസ്നൈനി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഉള്ളുറു എന്ന് പറയുമ്പോൾ അവിടെ കാണുന്ന വാവുണ്ടല്ലോ, അതിന് വാവുൽ ജമാ എന്നാണ് പറയാം. നമ്മൾ നിയമമൊക്കെ പഠിക്കുന്ന സമയത്ത് ഫിയോൽ അമ്രിൻ്റെ കൂടെ അലിഫ് ഇസ്നൈനി ചേർത്തി കൊടുക്കുക, അല്ലെങ്കിൽ ചേർന്ന് വരിക. അങ്ങനെയാണ് നമ്മൾ 2 പേരൊക്കെ പറയുന്ന സന്ദർഭത്തിൽ. ഇനി കുറേ പേരാകുന്ന സമയത്ത് നമ്മൾ ഫിയോൽ
അമ്രിൻ്റെ കൂടെ വാവുൽ ജമാ ചേർത്തി കൊടുക്കുക എന്നൊക്കെയാണ് പറയുക കേട്ടോ. അതുപോലെ ഉൻലുരി അല്ലെങ്കിൽ ഉക്തുബി എന്നൊക്കെ പറയുമ്പോൾ ആ യാന് നമ്മൾ പറയുന്നത് യാ ഉൽ മുഖാത്തബ എന്നാണ് പറയുക. അതുപോലെ പിന്നെ ഉക്തുബ എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ അവിടെ അലിഫ് ഇസ്നൈനിയാണ് വരുന്നത്. പിന്നെ ഉക്തുബിന എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു നൂന് വരുന്നുണ്ടല്ലോ, ആ നൂന് നിസ്വ ഫിഅൽ അംറിൻ്റെ കൂടെ ചേർത്തി കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ നിയമം പഠിക്കുന്ന സമയത്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ആ രൂപത്തിൽ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കൂ. നുക്മിലുൽ ഫറാഅ ബിസിഅതി അംരി മുനാസിബത്തിൻ ലിൽ അഫ്ആലി ഫിൽ ഖൗസൈനി. നക്മിലുൽ ഫറാഅ ആ ഒരു വിട്ട ഭാഗം പൂരിപ്പിക്കുവാനാണ് ബിസിഅതി അംരി മുനാസിബത്തിൻ യോജിച്ച അംറിൻ്റെ രൂപം വെച്ച് കൊടുത്തുകൊണ്ട്, ഫിഅൽ അംറിൻ്റെ യോജിച്ച രൂപം വെച്ച് കൊടുത്തുകൊണ്ട് ആ ഒരു വിട്ട ഭാഗം പൂരിപ്പിക്കുവാനാണ് ലിൽ അഫ്ആലി ഫിൽ ഖൗസൈനി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളതിൽ നിന്നും അയോജിച്ച ഫിഅൽ എന്ത് ചെയ്യണം, ആ ഒരു ഫിഅലിൻ്റെ രൂപം നിങ്ങൾ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ചോദ്യം ക്ലിയർ ആയിട്ടുണ്ടാവും. നോക്കൂ, അയ്യുഹത്തുല്ലാബ് അല്ലയോ വിദ്യാർത്ഥികളെ, ഡേഷ് അത്തമാരീന അല്ലേ, എന്താണ് തമാരീൻ എന്ന് പറഞ്ഞാൽ എക്സസൈസുകളാണ് കേട്ടോ, തംരീനുകൾ. അല്ലയോ വിദ്യാർത്ഥികളെ, നിങ്ങൾ എക്സസൈസുകൾ എഴുതൂ എന്നാണ് പറയേണ്ടത്. എല്ലാവരുടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് കത്തബ എന്നാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ അത്തുല്ലാബ് എന്ന് പറയുന്നത് കുറേ കുട്ടികളുണ്ട് അല്ല, ഒരു കുട്ടിയല്ല, കുറേ വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ തുല്ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ ഒരു കത്തബയെ എങ്ങനെയാണ് നമ്മൾ മാറ്റേണ്ടത്, ഉക്തുബു എന്താണ് എഴുതേണ്ടത്, ഉക്തുബു. നമുക്കറിയാം ഉക്തുബ് എന്നാണ് നമ്മൾ ഒരാളാവുന്ന സമയത്ത് പറയുന്നത്. ഇവിടെ കുറേ പേരുണ്ട്, അപ്പോൾ എന്തായിരിക്കും, ഉക്തുബു എന്നായിരിക്കും കേട്ടോ. അപ്പോൾ അയ്യുഹത്തുല്ലാബ് ഉക്തുബു അത്തമാരീന, അങ്ങനെയാണ് അത് എഴുതേണ്ടത്. രണ്ടാമത് നോക്കൂ, യാ വലദാനി അല്ലയോ രണ്ട് കുട്ടികളെ, നിങ്ങൾ രണ്ട് പേരും എന്താണ്, ഖറഅ എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. എന്താണ് ഖറഅ, വായിക്കുക എന്നാണ്. അപ്പോൾ നിങ്ങൾ രണ്ട് പേരും പുസ്തകം വായിക്കൂ. എങ്ങനെയാണ് പറയുക, യാ വലദാനി ഇഖ്റഅ അൽ കിതാബ, ഇഖ്റഅ അൽ കിതാബ എന്നാണ്. ഇനി മൂന്നാമത്തെ നോക്കൂ, യാ ബുനയ്യ അല്ലയോ മകനെ, പിന്നെ ബിയമീനിക് നിൻ്റെ വലത് കൈ കൊണ്ട്, അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ഷെരിബ എന്നാണ്, കുടിക്കുക അല്ലേ. അപ്പോൾ എന്തായിരിക്കും, മകനെ നീ വലത് കൈ കൊണ്ട് കുടിക്കുക എന്നാണ് പറയേണ്ടത്. യാ ബുനയ്യ ഇഷ്റബ് ബിയമീനിക് എന്നാണ്, ഇഷ്റബ് എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത അൻഷിത്തം നോക്കാം. നഖ്റഉ വനതദറബു, നമുക്ക് വായിക്കാം പരിശീലിക്കാം എന്നാണ്. മാസാലൻ നസീമു യഹുബു, മാസാല എന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ടേയിരിക്കുക എന്നാണ് കേട്ടോ. മാസാല ആയിക്കൊണ്ടേയിരിക്കുന്നു. നസീമു, നസീം എന്ന് പറഞ്ഞാൽ ഇളം കാറ്റ്, അതിനാണ് നസീം എന്ന് പറയുന്നത്. മന്ദമാരുതൻ എന്നാണ് ഇളം കാറ്റ്. യഹുബു ഇളം കാറ്റ് അടിച്ചു വീശിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ്. ഇനി മാസാലത്തിൽ ഉമ്മ ആയിക്കൊണ്ടേയിരിക്കുന്നു. തുറന്നിമോ, റന്നമ എന്ന് പറഞ്ഞാൽ താരാട്ട് പാടുക എന്നാണ്. ഹത്തായനാമത്തിഫ്ലു, കുട്ടി ഉറങ്ങുന്നത് വരെ ഉമ്മ താരാട്ട് പാടിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഇവിടെ മാസാല എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആയിക്കൊണ്ടേയിരിക്കുക എന്ന് പറയാനാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക, മാസാല ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, മാസാല എന്ന് പറയുന്നത് ഒരു ഫിഅലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫാഇൽ അഥവാ അതിന് ശേഷം വരുന്ന ഫാഇൽ മുദക്കറാണ് എങ്കിൽ, മുദക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്, പുല്ലിംഗമാണ് എങ്കിൽ ആ ഒരു ഫിഅലും എന്തായിരിക്കും, പുല്ലിംഗമായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. ടീച്ചർ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് മാസാലൻ നസീമു യഹുബു, നോക്കുക അവിടെ നസീം എന്ന് പറയുന്നതാണ് അവിടെ ഫായിലായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ അത് മുദക്കറാണ്, പുല്ലിംഗമാണ്. അപ്പോൾ അവിടെ എന്താണ്, മാസാല എന്നാ പറയുന്നത്. തൊട്ട് ശേഷം വരുന്ന ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിക്കോളും. ഇനി അടുത്ത ഉദാഹരണം നോക്കൂ, മാസാലത്തിൽ ഉമ്മു അല്ലെ, ഉമ്മ ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവിടെ ഉമ്മ എന്ന് പറയുന്നത് മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്.
അതുകൊണ്ട് തന്നെ അവിടെ ഫിയലും എന്തായിട്ട് മാറി, സ്ത്രീലിംഗമായിട്ട് മാറി. അപ്പോൾ അവിടെ മാ ജാലത്ത് എന്ന് പറയുന്നുണ്ട്. കണ്ടില്ല, അവിടെ ഒരു താ ചേർന്ന് വന്നത് കണ്ടല്ലോ. അതിന് കാരണം എന്താണ്? ശേഷം വരുന്ന ഫായിലായിട്ട് വരുന്ന ഉമ്മ എന്ന് പറയുന്ന പദം, അൽ ഉമ്മ എന്നുള്ള പദം എന്താണ്? സ്ത്രീലിംഗമായതുകൊണ്ടാണ് അവിടെ ഒരു ഫിയലും സ്ത്രീലിംഗമായിട്ട് മാറിയത്. അപ്പോൾ അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ശേഷം വരുന്ന ഫായിൽ പുല്ലിംഗമാണ് എങ്കിൽ ഫിയലും പുല്ലിംഗമായിരിക്കും. ശേഷം വരുന്ന ഫായിൽ സ്ത്രീലിംഗമാണ് എങ്കിൽ ആ ഒരു ഫിയലും എന്തായിരിക്കും? അതും സ്ത്രീലിംഗമാക്കിയിട്ട് എഴുതുകയാണ് വേണ്ടത്. ഇനി നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു അനുഷിത ചെയ്ത് നോക്കാം. നുലീഫു മാ ജാല ഓർ മാ ജാലത്ത്. മാ ജാല എന്നോ അല്ലെങ്കിൽ മാ ജാലത്തി എന്നോ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നാണ്. ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ. അൽ വലതു യഹ്ഫളുൻ നഷീദ. കുട്ടി പാട്ട് മനഃപ്പാഠമാക്കുന്നു എന്നാണ്. അൽ വലതു കുട്ടി, യഹ്ഫളു മനഃപ്പാഠമാക്കുന്നു, അൻ നഷീദ പാട്ട് എന്നാണ്. അപ്പോൾ ഇവിടെ മാസാല അല്ലെങ്കിൽ മാസാലത്തി എന്നാണ് ചേർത്തി കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും മാസാലൽ വലതു യഹ്ഫദുൻ നഷീദ അല്ലെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? ഫായിൽ ആരാണ്? വലത് എന്ന് പറയുന്നതാണ് അവിടെ ഫായിൽ. അതെന്താണ്? മുദക്കറാണ്, പുല്ലിംഗമാണ്. അപ്പോൾ അവിടെ എന്താ വെച്ച് കൊടുത്തിട്ടുള്ളത്? മാസാല എന്നാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇനി നോക്കൂ. അൽമത്തുറ എൻസിലു, മഴ പെയ്യുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? മാസാലൽ മത്തുറു എൻസിലു. മാസാലൽ മത്തുറു എൻസിലു, മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. മൂന്നാമത്തെ നോക്കൂ. അല്ലാഇബത്തു തജ്രി ഹത്താ തതാബ. അല്ലാഇബത്തു അല്ലേ, ആരാണ്? കളിക്കുന്ന പെൺകുട്ടി. അവൾ എന്താണ്? തെജിരി, അവൾ നടക്കുന്നു അല്ലെങ്കിൽ അവൾ ഓടുന്നു. ഹത്താത്ത താബ, അവൾ ക്ഷീണിക്കുന്നത് വരെ അവൾ ഓടുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു പെൺകുട്ടി ക്ഷീണിക്കുന്നത് വരെ ഓടിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ അവിടെ മാസാലയാണോ അല്ലെങ്കിൽ മാസാലത്താണോ വരുന്നത്? നിങ്ങൾ പറയൂ, ഏതായിരിക്കും? അവിടെ ലായിബത്ത് എന്ന് പറയുന്നത് പെൺകുട്ടിയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ഫ്യോലും എന്തായിരിക്കണം? അവിടെ മുഅന്നസായിട്ട് സ്ത്രീലിംഗമായിട്ട് തന്നെ വരണം. അപ്പോൾ എന്തായിരിക്കും? മാസാലത്ത് എന്നാണ് വരിക കേട്ടോ. മാസാലത്ത് ലാഇബത്തു തജ്രി ഹത്താ തതാബ. ഈ രൂപത്തിലാണ് അത് നിങ്ങൾ ചെയ്യേണ്ടത്. ഫായിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കില്ലേ. ടീച്ചർ പറയുമ്പോൾ ഫായിൽ എന്താണെന്ന് കൺഫ്യൂഷൻ വരരുത്. ഫായിൽ എന്താണ്? ഒരു സെൻറ്റൻസിൽ ആ ഒരു സെൻറ്റൻസിൽ വരുന്ന പ്രവൃത്തി ഉണ്ടല്ലോ ഫായിൽ, അത് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഫായിൽ എന്ന് പറയാം കേട്ടോ. ഇനി അവിടെ ടീച്ചർ നിങ്ങൾക്ക് ഫായിൽ മുദക്കർ, ഫായിൽ മുഅന്നസ് എന്ന് പറയുമ്പോൾ ഡൗട്ട് വന്നിട്ടുണ്ടോ എന്ന് വെച്ചിട്ടാണ് ടീച്ചർ അത് ക്ലിയർ ആക്കി പറയുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുക. അൽ വലതു യഹ്ഫളുൻ നഷീദ അല്ലേ, എന്താണ്? കുട്ടി പാട്ട് മനഃപ്പാഠമാക്കുന്നു. അപ്പോൾ ആരാണ് മനഃപ്പാഠമാക്കുന്നത്? കുട്ടിയാണ്. അപ്പോൾ അതാണ് അവിടുത്തെ ഫായിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൽമത്തുറി എൻസിലു, മഴ പെയ്യുന്നു. എന്താണ് പെയ്യുന്നത്? മഴയാണ് പെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ അല്ലാഇബത്ത് തജ്രി ഹത്താ തതാബ. ഈ സെൻറ്റൻസിൽ നോക്കൂ. ഓടുന്നത് ആരാണ്? പെൺകുട്ടിയാണ്. ആ ഒരു കളിക്കാരിയാണ് ഓടുന്നത്. അപ്പോൾ അതാണ് അവിടെ ഫായിൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. ഫായിൽ മുദക്കറാണ് എങ്കിലാണ് ഫിയോൽ എന്തായിട്ട് വരിക? മുദക്കറായിട്ട് പുല്ലിംഗമായിട്ട് വരിക. അപ്പോൾ മാസാല എന്ന് വെച്ച് കൊടുക്കുക. ഇനി ഫായിൽ മുഅന്നസാണ് എങ്കിൽ അഥവാ സ്ത്രീലിംഗമാണ് എങ്കിൽ മാസാലത്ത് എന്നും വെച്ച് കൊടുക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? ആയിക്കൊണ്ടേ ഇരിക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ്. നമുക്കിതിലെ അൻഷിതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാനുള്ളതൊരു മന്ദവുമാണ്. ഇൻഷാ അല്ലാഹ് അത് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റായിട്ട് അറിയിച്ചേക്കണേ. അതോടൊപ്പം തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.